ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് മോള് സ്കൂളിൽ പോകുന്ന വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ നല്ലൊരു കട്ടൻ കാപ്പി ഇട്ട് കുടിച്ചിട്ടുണ്ട് കേട്ടോ. കട്ടൻ ചായയാണ്. ഒരു 4-4:30 ആയപ്പോൾ ഞാൻ എണീച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ആൾ എണീച്ചപ്പോൾ അവളെ ഉറക്കിയതിന് ശേഷമാണ് ഞാൻ അടുക്കളയിലേക്ക് പോയത്. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അടുക്കള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മോൾക്ക് ഫുഡ് കൊടുത്തു വിടേണ്ടേ സ്കൂളിലേക്ക്. അപ്പോൾ അതിന് മുൻപ് നല്ലൊരു കട്ടൻ ചായ ഉണ്ടാക്കി. അതിൻ്റെ കൂടെ ഈ ഒരു സ്നാക്ക് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. മോൾക്ക് സ്കൂളിലേക്ക് സെക്കൻഡ് ടിഫിന് കൊണ്ടുപോകാൻ വേണ്ടി കൊടുക്കുന്നതാണ് കേട്ടോ. പക്ഷെ ഞാനതൊന്ന് 2 എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ദോശയ്ക്ക് വേണ്ടിയിട്ട് മാവട കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അരി ദോശ ഇല്ലേ സാധാ, അതിലേക്ക് വെള്ളം ഉപ്പ് ഒഴിച്ചിട്ട് നല്ലോണം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളിങ്ങനെ ഒഴിച്ച് ഉണ്ടാക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ അതൊന്ന് കലക്കിയെടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചായയും കുടിക്കുന്നുണ്ട് കേട്ടോ. എന്നും ഇല്ല കേട്ടോ ഈ ചായ കുടി. ചില ദിവസങ്ങളിൽ വലുതായിട്ട് നമുക്കിങ്ങനെ തോന്നും, എനിക്ക് തോന്നാറുണ്ട് കേട്ടോ, കുറച്ച് ചായ ഒരു ചൂടുള്ള കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ ഇട്ട് കുടിക്കുന്നതാണ്. എന്നില്ലാത്തൊരു പതിവാണ് എപ്പോഴെങ്കിലും. അപ്പോൾ ദോശയിലേക്ക് ചിക്കൻ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, ചിക്കനായാലും ബീഫായാലൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ മുട്ടത്തോരൻ, ചിക്കൻ കറി കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടാക്കിയത്. മുട്ടത്തോരൻ വെക്കില്ല നമ്മളിങ്ങനെ ചിക്കിരാതാട്ടോ മോൾക്ക് കൊടുത്തുവിടും ചെയ്യാൻ, ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 2 സവാളയും 1 പച്ചമുളക് എടുത്തിട്ടുള്ളൂ കേട്ടോ. മോളും കൊണ്ടുപോകുന്നതല്ലേ, മോൾക്ക് അധികം എരിവ് പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സവാളയും 1 പച്ചമുളകും 2-3 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട ഞാനിങ്ങനെ പൊട്ടിച്ച് കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സവാള വാട്ടി നമ്മൾ സാധാ ചെയ്യുന്ന പോലെ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ട് സവാളയും പച്ചമുളകും ഒന്നിച്ചിട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഉപ്പിട്ടും മുട്ട കലക്കിയിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് നേരെ നല്ലോണം വെളുത്തു കേട്ടോ. നല്ലോണം വെളിച്ചം വെച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി നോക്കും, കാരണം അപ്പോൾ നല്ലൊരു റിഫ്രഷ്മെൻറ്റ് തോന്നാറുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഉള്ളി അവിടെ വാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്ന മുട്ട അതിലേക്ക് ഒഴിച്ച് ഒന്നിങ്ങനെ ചിക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല ഈ ഇത്, പക്ഷെ എന്നാലും ഇന്നിപ്പോൾ അവൾക്ക് ചിക്കൻ കറി എപ്പോഴും ആവശ്യം, പക്ഷേ അത് എന്നും നടക്കില്ലല്ലോ. ഞാൻ ദോശ ഇങ്ങനെ 2 ഇങ്ങനെ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഞാൻ മുട്ടൻ്റെ ഈ ഒരു തോരൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആൾ ഫുള്ളൊന്നും ഇന്ന് കഴിച്ചിട്ടില്ല, എനിക്ക് ഉറപ്പായിരുന്നു അധികം കഴിക്കുന്നുണ്ടാവില്ല. പക്ഷേ ദോശ ഫുള്ള് കഴിച്ചിരുന്നു കേട്ടോ. കറി കുറേയൊക്കെ തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ആൾ. അപ്പോൾ ഞാൻ എന്നും ഇതിലല്ല കറി കൊടുക്കാറ്, ഈ ഒരു പാത്രത്തിലാണ് കറി കൊടുക്കാറ് ചിക്കൻ കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഞങ്ങൾക്കും കൂടിയുള്ള ഒരു ദോശ ചുട്ട് വെച്ചിട്ടുണ്ട്, കാസറോളിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ മോളെ ഞാൻ വിളിച്ചു, അവളെ റെഡിയാക്കി. അപ്പോൾ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ മുപ്പത്തിയൊരു നല്ല സെറ്റപ്പിൽ ഇരുന്ന് കേട്ടോ. അങ്ങനെ പോകുന്നുണ്ട്. ബസ് കയറി ആൾ പോയി വരുന്നവരെ